അവനും കൂടെ ഒന്നിച്ച് കോളേജിൽ പോയാ പോരെ? എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അന്നോട് പറഞ്ഞാൽ മതി. ബൈ ബൈ ബൈ. ഹായ് രാജേഷ്. രാജേഷ് കൂട്ടുകാരി വന്നില്ലേ? അവ വരും, നമുക്ക് പോകാം. രാജേഷ് ഒന്ന് ബൈക്ക് നിർത്തോ? അമ്മേ, എന്ത് പറ്റി? തണുക്കാൻ വയ്യ. എന്ത് പറ്റി? വളരെ മുട്ടിയോ? ഇല്ല, പെട്ടെന്ന് വന്നതാണ്. ഇങ്ങനെ കൂടെ കൂടെ വരാറുണ്ടോ? ഇല്ല, ഇതാദ്യമാണ്. ആ, ഇവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട്, ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ടുവരാം. അയ്യോ വേണ്ട, ഡോക്ടർ വേണ്ട. ഇനി ഞാനെന്ത് ചെയ്യണം? ഇവിടെ രാജേഷ് കുറച്ചു നേരം അമർത്തി തന്നാ മതി. പ്ലീസ്, എന്നെ ഇതിന് ഒഴിവാക്കുക. വല്ലവരും കണ്ടാൽ? വല്ലവരും കണ്ടാലെന്താ? എന്റെ ശരീരമല്ലേ? ശരി തന്നെ, പക്ഷേ ഇക്കാര്യത്തിൽ എന്നെ കിട്ടില്ല. വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാം. എന്ത് വേണം? ഒന്നും വേണ്ട, എന്റെ വേദന ഞാൻ സഹിച്ചോളാം. നടക്കൂ. ഈ രാജേഷിന് ഒട്ടും സ്നേഹമില്ല. ശരീരം അമർത്തി കൊടുക്കലല്ല സ്നേഹത്തിന്റെ ലക്ഷണം. വേദനിച്ചിട്ടല്ലേ? വേദനിക്കുന്നവർക്കെല്ലാം തലോടി കൊടുത്താൽ പേര് ചീത്തയാകും. രാജേഷ് എന്നെ ഇനിയും മറ്റൊരാളായി കാണുന്നു. വേദന മാറിയോ? എങ്ങനെ മാറാനാണ്? 2 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കൂ, എല്ലാം ഭേദമാകും. ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷാണ്. നേരെ വൈകി ചെന്നാൽ പ്രൊഫസർ ക്ലാസ്സിൽ കിട്ടില്ല. ഞാൻ പോട്ടെ. രാജേഷ്, ഞാൻ രാജേഷിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് രാജേഷ് അറിയുന്നില്ല. എന്താ കുട്ടി ക്ലാസ്സിൽ പോകാത്തത്? ബെല്ലടിച്ചത് കേട്ടില്ലേ? കൺപീലുകൾ നനഞ്ഞിരിക്കുന്നു. എന്താ കാരണം? പ്രേമം ഹേതുവായിരിക്കും. അർത്ഥമില്ല, യാതൊരർത്ഥവുമില്ല. പ്രേമിച്ചവനാണ്, അതിന്റെ വേദന അനുഭവിച്ചറിഞ്ഞവനുമാണ്. കഴിവതും പ്രേമിക്കാതിരിക്കുക. അങ്കുശമില്ലാത്ത ചാവല്യമേ, മണ്ണിൽ അങ്കനയെന്ന് വിളിക്കുന്നു നിന്നെ. എവിടെ? മിസ് മധുവിന്റെ നോവൽ എത്രത്തോളമായി? ആദ്യം അദ്ദേഹം എഴുതി തുടങ്ങിയാൽ മിസ്റ്റർ മധു കഥ മുഴുവൻ മനസ്സിൽ കണ്ടതിന് ശേഷമാണോ എഴുത്താരംഭിക്കുക, അതോ? അങ്ങനെയായിരുന്നെങ്കിൽ ഇവരെ പതിവ്. പക്ഷെ ഇത്തവണ കഥ ആരംഭിക്കുന്നു. അത് എങ്ങനെയെല്ലാം ചെന്ന് അവസാനിക്കുന്ന എനിക്കെല്ലാം അതിനോട്. അപ്പോ കഥാപാത്രങ്ങൾ യഥേഷ്ടം വിടുന്നു അല്ലേ? ഹലോ മിസ്റ്റർ മധു, ഞങ്ങളുടെ മകളാണ് പ്രിയ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, പക്ഷേ ഈ ബന്ധം പ്രിയ പറഞ്ഞില്ല. മോളെ, ഡാഡിയുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ റിലേഷനാണ് മിസ്റ്റർ മധു. ഒരു നല്ല സാഹിത്യകാരൻ കൂടെയാണ്. ഹലോ.
എന്നാലും തണുത്ത വെള്ളം കൊടുക്കരുത്, ശരീരം നിർമ്മിച്ചു പോകും. ചൂടുവെള്ളം കൊടുക്കണം. ഞാനിപ്പോ തണുത്ത വെള്ളം ഉപയോഗിക്കാറുള്ളൂ എന്തിനും. മിസ്റ്റർ മധു, ഈ കുട്ടി ഞങ്ങളുടെ ഒരു ക്ലോസ് റിലേഷന്റെ മകളാണ്, അനു. ഹലോ. ഹലോ. അത് ചോദിച്ചില്ലല്ലോ. മിസ്റ്റർ മധുവിന് സാഹിത്യ സൃഷ്ടിക്കുള്ള പ്രചോദനം ഇവിടെ കിട്ടുന്നുണ്ടോ? ധാരാളം. ഈ നീലമലയുടെ നാട്ടിലൊന്നായിരിക്കും എന്റെ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടി ഉണ്ടാകാൻ പോകുന്നത്. അപ്പോ ഞങ്ങൾക്ക് അഭിമാനിക്കാം. ഈ താഴ്വരയിലെ ഓരോ പുൽക്കൊടിത്തുമ്പും എന്റെ ഭാവനയ്ക്ക് നിറം പകരുന്നു, എനിക്ക് പ്രചോദനം നൽകുന്നു. എന്റെ നോവലിന്റെ ആദ്യ അധ്യായത്തിന് പേരിട്ടു ഒരു സുന്ദരിയായ പെൺകുട്ടി. വെരി ഗുഡ്. ഹലോ. How are you? Fine. Good. ഒന്നും ഊഴിയും അനശ്വരമല്ല, ഒന്നിലും പുനരൊരർത്ഥവുമില്ല. എങ്കിലും എന്താ സാർ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെയും സ്വൈരം തരില്ലാന്നുണ്ടോ? സാറിന്റെ വീട്ടിൽ എഴുതിക്കൂടെ? എപ്പട്ടെ വീട് ദയവ് ചെയ്ത് നീ റേഡിയോ നിർത്ത്, ഞാനൊന്ന് എഴുതി തീർത്തോട്ടെ. പിന്നെന്തിനാ ട്രാൻസിസ്റ്റർ വാങ്ങി വെച്ചിരിക്കുന്നത്? പാട്ട് കേൾക്കാനല്ലേ? ശരി, ഞാനൊന്ന് എഴുതി തീർത്തോട്ടെ, എന്നിട്ട് നീ പാട്ട് കേൾക്കൂ. എന്റെ ദൈവമേ, എനിക്കിപ്പോ പാട്ട് കേൾക്കണം. പാട്ട് കേട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിയാ മതി. സാഹിത്യത്തെ പറ്റി യാതൊരു വിവരമില്ലാത്ത നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ ഭേദം നല്ല എരുമയോടും പോയി സംസാരിക്കുന്ന. എന്നാ പോണം, വല്ല എരുമകളോട് സംസാരിക്കും. നിങ്ങളൊക്കെ വേറെ ഒരു എരുമ എന്തിനാ? എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ ഇരുന്ന് പാട്ട് കേട്ടോ. നാരികൾ നാരികൾ വിശ്വവിപത്തിന്റെ നാരായണേരുകൾ. എന്താണ് സംസാരിക്കാത്തത്? എന്താ ഒന്നും സംസാരിക്കാത്തത്? ഞാൻ 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 പറയാൻ 1000 കാര്യങ്ങളുണ്ട്. ആദ്യം ഏത് പറയണമെന്ന് അറിഞ്ഞൂടാ. കറക്റ്റ്. പറയാനുള്ള കാര്യങ്ങളുടെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് നാളെ വീണ്ടും കാണാം. ഇന്നിനി എത്ര സമയം ഒന്നിച്ചു നടന്നാലും ചിരിക്കാനേ സാധിക്കൂ. ചിരിക്കാനേ സാധിക്കും. മഞ്ഞണിഞ്ഞ നീല മല താഴ്വരയിൽ ഡിസംബർ പൂക്കൾ കൊഴിഞ്ഞു വീണ ചരൽ നിറഞ്ഞ പാതയിലൂടെ അവർ നടന്നു. പരദേശിയായ ഞാൻ ഈ താഴ്വരയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ നിന്നെ കണ്ടുമുട്ടുമായിരുന്നില്ല. എന്റെ ഭാഗ്യം. നിന്നെ കണ്ടുമുട്ടിയ ആ അനർഘ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നു. വർഷങ്ങളായുള്ള പരിചയത്തിന്റെ അടുപ്പം ആ നിമിഷത്തിൽ എനിക്ക് തോന്നി. യുഗയുഗാന്തരങ്ങളായി നാം ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. എന്റെ ജീവിതം ഇപ്പോഴാണ് പൂർണ്ണമായത്. ജീവിതാവസാനം വരെ ഇങ്ങനെ ഇണപിരിയാതെ ഈ സൗന്ദര്യഭൂവിലൂടെ സഞ്ചരിക്കുക എന്ത് രസമായിരിക്കാം. മധു, നമ്മളെ ആർക്കെങ്കിലും പിരിക്കാൻ സാധിക്കുമോ?
നിന്നെയും തൂക്കിയെടുത്ത് ഞാൻ ചക്രവളം വരെ ഓടും. ആർക്കും നിന്നെ കൊടുക്കില്ല. മധു എന്റെ ജീവനാണ്. ഈ നിമിഷത്തിന്റെ ലഹരി അവസാനിക്കാതിരുന്നെങ്കിൽ, ഈ നിമിഷത്തിന്റെ ലഹരി അവസാനിക്കാതിരുന്നെങ്കിൽ, ഈ നിമിഷത്തിന്റെ ലഹരി അവസാനിക്കാതിരുന്നെങ്കിൽ. ഹായ് പ്രിയ, വരൂ വരൂ. എന്താ വിശേഷം? ഡാഡി മിസ്റ്റർ മധുവിനോട് ഒഴിവുള്ളപ്പോ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, റമ്മി കളിക്കാൻ. റമ്മി? അതെ, റമ്മി. അതെ, റമ്മി കളിക്കാൻ ഞാൻ വരാം. എന്നാ ഞാൻ വരട്ടെ. മിസ് പ്രിയ. എന്താ? അല്ല, മിസ് പ്രിയക്ക് വേറെ ഒന്നും എന്നോട് പറയാനില്ലേ? ഇത് പറയാനാണ് ഡാഡി അയച്ചത്. റമ്മി കളിക്കാം, അത് ഞാൻ വരാം. വരട്ടെ. ഈ നിമിഷത്തിന്റെ ലഹരി അവസാനിക്കാതിരുന്നെങ്കിൽ. രാജേഷ് എസ് കൃഷ്ണ വരുന്നില്ലേ? ആരാ കൂടെ വരുന്നത്? കടമനിട്ട സാറാണ് കേട്ടത്. എങ്കിൽ ഞാൻ തീർച്ചയായും വരും. മഞ്ഞിൽ കുറിച്ച് രാത്രിയിൽ തീ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കടമനിട്ട കവിതകൾ കേൾക്കാൻ എന്ത് രസമായിരിക്കും. പറയോ പരാതി നീ കൃഷ്ണ, നിന്റെ വിറയാർന്ന ചുണ്ടുമായി നിറയുന്ന കണ്ണുമായി പറയൂ പരാതി നീ കൃഷ്ണ. അവിടെ നീ അങ്ങനിരിക്കൂ, മുടിക്കതിരുകൾ അല്പമൊതുക്കൂ, നിറയുമ കൺകളിൽ കൃഷ്ണമണികളിൽ നിഴലുപോലെ എന്നെ ഞാൻ കാണുന്നു. അടരാൻ മടിക്കുന്ന തൂമണി കത്തുന്ന തുടർ വെളിച്ചത്തിൽ ഞാൻ കാണുന്നു. കാണാൻ കൊതിച്ചെന്നും ആകാതെ ദാഹിച്ചു വിടവാങ്ങി നിന്നൊരൻ മോഹം. ഇടനഞ്ഞുയർന്നുതാണുലയുന്ന സ്പന്ദമൻ തുടരുന്ന ജീവന്റെ ബോധം. അതു നിലപ്പിക്കരു അതിവേഗമോരോന്നു പറയൂ പരാതി നീ കൃഷ്ണേ. എന്നും പറഞ്ഞവ തന്നെയാണെങ്കിലെന്ത്, എന്നും പറഞ്ഞവ തന്നെയാണെങ്കില് എന്നും പുതിയതായി തോന്നും. അല്ലെങ്കിൽ എന്തുണ്ടനവധി കാര്യങ്ങൾ ഉള്ളതോരിത്തിരി ദുഃഖം. മിഴികോർത്തു നിന്നു നീ പറയുന്ന മാത്ര ഞാൻ കേൾക്കുന്ന മാത്രകൾ അതിൽ മാത്രമാണു നാം അന്യോന്യമുണ്ടെന്ന് അറിയുന്നതിനായി പറയൂ. മിഴികോർത്തു നിന്നു നീ പറയുന്ന മാത്ര ഞാൻ കേൾക്കുന്ന മാത്രകൾ അതിൽ മാത്രമാണു നാം അന്യോന്യമുണ്ടെന്നറിയുന്നതിനായി പറയൂ. പറയൂ പരാതി നീ കൃഷ്ണേ, പറയൂ പരാതി നീ കൃഷ്ണേ. ഉച്ചത്തിലാകത്ത നിൻമൊഴി ഒച്ചയടഞ്ഞുവോ നിശ്ചലം ചുണ്ടുകൾ, നിറയാത്ത കണ്ണുകൾ, നിറയാത്ത കൺകളിൽ കൃഷ്ണമണികളിൽ നിഴലില്ല ഞാനില്ല. ഹലോ. താങ്ക് യു. ജോലിയും തൊഴിലെന്ന് ക്ലാസ്സും കെട്ടി നിൽപ്പാണ്. ഹലോ രാജേഷ്. ഹലോ. ഹലോ പ്രിയ. പ്രിയ എന്താ ഇവിടെ നിൽക്കുന്നത്? എന്താ ഇവിടെ നിൽക്കാൻ പാടില്ലേ? ഞാൻ ചോദിച്ചേ ഉള്ളൂ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. പ്രിയ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. തക്കതായ കാരണമുണ്ടെങ്കിലേ ഞാൻ തെറ്റിദ്ധരിക്കും. ഐ എം സോറി പ്രിയ. രാജേഷ് ബൈ, എനിക്ക് മലയാളം ക്ലാസ് ഉണ്ട്, ഞാൻ പോട്ടെ. പ്രിയ ബൈ. എന്താ കൂട്ടുകാരിയോടൊപ്പം ചിരിച്ച് രസിച്ച് സംസാരിച്ചു വരുന്നത് കണ്ടല്ലോ. എന്താ ഇത്ര സംസാരിക്കാൻ? ഞങ്ങൾ മലയാളം ലെക്ചറുടെ കോമഡിയെ പറ്റി പറയായിരുന്നു. കോമഡിയോ ട്രാജഡിയോ ഏതായാലും ട്രാജഡി ആകാതിരിക്കട്ടെ. ഹായ് രാജേഷ്, come on.